നുണ പറയുന്നത് പാടില്ല. അതേ, മോശപ്പെട്ട ഒരു സ്വഭാവങ്ങളും പാടില്ല. അത് വ്യക്തിക്കും പാടില്ല, കുടുംബത്തിലും പാടില്ല, സമൂഹത്തിലും പാടില്ല, രാഷ്ട്രത്തിലും പാടില്ല, സംഘടനയിലും പാടില്ല. ഒരു മങ്കടക്കാരൻ മാറിപ്പോയി, അയാൾ മാറിപ്പോയി എന്ന് മാത്രമല്ല, ഇനി ഒരാളുടെ പ്രസംഗങ്ങളും കേൾക്കരുത്. ആരുടെ കയ്യിലും ഇൽമില്ല, എന്റെ കയ്യിലേ ഇൽമുള്ളൂ. എനിക്കാണ് സഊദിയിലെ വലിയ പണ്ഡിതന്മാരോട് ബന്ധമുള്ളത്. അതുകൊണ്ട് എന്റെ ക്ലാസുകൾ മാത്രം, എന്റെ ദർസുകൾ മാത്രമേ നിങ്ങൾ കേൾക്കേണ്ടതുള്ളൂ. എനിക്കുള്ളൂ ആ നിലക്ക് ഇജാസത്തും അനുവാദവും ഉള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്രമുണ്ടാക്കി. അത്തിക്കാട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചു. പല ആളുകളും ഇത് ശരി തന്നെയാ എന്ന് പറഞ്ഞ് വീടും കുടുംബവും ഒഴിവാക്കിയിട്ട് അത്തിക്കാട്ടിൽ 10 സെന്റും 5 സെന്റും സ്ഥലം വാങ്ങി വീടെടുത്തു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? എല്ലാ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെയും നിഷിദ്ധമാക്കി. സംഘടന ഹറാമാണ്, സംഘടന നിഷിദ്ധമാണെന്ന് പറയുകയും മറ്റൊരു സംഘടനയെയും വിമർശിക്കാതെ നമ്മെ വിമർശിക്കുകയും ചെയ്ത് ആളുകളെ ഇങ്ങനെ പിരികയറ്റിയിട്ട് അവസാനം പറഞ്ഞു, ഇവിടെയൊന്നും ഇൽമില്ല കേട്ടോ, ഇൽമ് കിട്ടണമെങ്കിൽ യമനിൽ പോകണം, അവിടെ തന്നെയുള്ള ദമ്മാജിൽ പോകണം. അങ്ങനെ അവിടെ ആളുകളെ പറഞ്ഞയച്ചു. ആളുകൾ അവിടെ പോയതാ ഇൽമ് പഠിച്ചു വന്നപ്പോൾ, ഇപ്പോൾ ഇതാ തിരിച്ചു വന്നപ്പോൾ പറയുന്നത് ഞങ്ങളെ പറഞ്ഞേച്ച ശൈഖ് പഴച്ചവനാണ്, അയാൾ സലഫിയല്ല, അയാൾക്ക് ഇൽമില്ല, അയാൾ ജാഹിലാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാനം ആ കേന്ദ്രം തന്നെ പിരിച്ചുവിടേണ്ട ഒരു അധോഗതിയിലേക്ക് ആ വ്യക്തി മാറിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞത് മാത്രം കേൾക്കണം എന്നാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല സാറേ. ഉദ്ദേശം ഞാൻ പറയുന്നത് അള്ളാന്റെ കലാമ്, റസൂലുള്ളാന്റെ സുന്നത്ത്, അത് സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് തെറ്റാതെ പറയുന്ന ആള് ആരാണെങ്കിലും അവർ നിങ്ങൾ കേൾക്കണം. എന്റെ മാത്രമല്ല, എന്റെ നിങ്ങൾ കേൾക്കുക വേണ്ട. ഞാൻ ആ പള്ളിയിലേക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് ചില ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ ന്യായം എന്താണ്? അതിന്റെ ന്യായം ഞാൻ ഷെയ്ഖ് ഉബൈദ് ബിൻ അബ്ദുല്ലാ ബിൻ ജാബിർ, ഉബൈദ് ബിൻ അബ്ദുല്ലാ ബിൻ സുലൈമാൻ അൽ ജാബിരി റഹ്മത്തുള്ളാഹി തആല മദീനയിൽ ജാമിഅ ഇസ്ലാമിയയിലെ ഖിസ്മു സുന്നയിൽ ഉണ്ടായിരുന്ന ഉസ്താദായിരുന്നു. ഇപ്പൊ മുത്തഖാഴിദാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. കുറച്ച് ആൾക്കാർ അവിടെ ജുമുഅക്ക് വരാൻ തുടങ്ങി. അവിടെ താമസിക്കുന്ന 8-10 കുടുംബമല്ലാത്തവർ പുറത്തുനിന്ന് വരുന്നുണ്ട്. നദ്വത്തുൽ മുജാഹിദീന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ പുറത്തേക്കൊരു ചോദ്യം ചോദിച്ചത് എനിക്കറിയില്ല. കാരണം ഇൽമു ഇവിടെ തന്നെ തികഞ്ഞ് നിറഞ്ഞു കുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് എന്തിനാണ് ഇൽമു കൊണ്ടേണ്ട കാര്യം? നമ്മൾ 50 വർഷം മുന്നിലാണ് നമ്മൾ കണ്ടത്. അവർ കാണണമെങ്കിൽ ഇനി അവര് 50 വർഷം കൂടി കഴിയണം. അപ്പത്തിന് നമ്മൾ 150 വർഷം മുന്നിൽ പോയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അവർ കാണുന്നത്. ഈ വിഷയം വന്നപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞു, നിലമ്പൂർ പള്ളി അതിനു വേണ്ടി ഒരു കക്ഷിത്വം, അല്ലെങ്കിൽ അവിടെയുള്ള ചില വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു കക്ഷിത്വം, അത് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് ചോദിക്കട്ടെ, ഉലമാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് വസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. എനിക്കതിനെക്കുറിച്ച് വ്യക്തതല്ല. കാരണം ചില ഹദീസുകളിലുണ്ട് ഒരാൾ നിസ്കരിക്കേണ്ടത് അയാളുടെ അടുത്ത പള്ളിയിലാണ്. വലാ തത്തബിഉൽ മസാജിദ്, മറ്റു പള്ളികൾ നിങ്ങൾ നല്ലത് മറ്റു വേറെ നോക്കി പോകുന്ന പാടില്ല എന്നുള്ള ഹദീസും മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഉലമാക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് ഉബൈദ് കൃത്യമായി അതിന് ഇജാബത്ത് നൽകി. നിങ്ങൾ അവിടത്തേക്ക് ആരെങ്കിലും പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവരുടെ ലക്ഷ്യം, അവരുടെ നിയ്യത്ത് കണിശമായിരിക്കണം. ഒന്നാമത്തേത്, ആ പള്ളിയിൽ ബയാനുൽ ഹഖ്, സത്യം അതിന്റെ തനത് രൂപത്തിൽ ബയാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിന്റെ തനത് രൂപത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ആ പള്ളിയും പള്ളിയുടെ ആളുകളും മുന്നോട്ട് പോകുന്നുണ്ട്. ആ സുന്നത്ത് കിട്ടാൻ, അവിടെ വിശദീകരിക്കപ്പെടുന്ന ഹഖ് അത് കേൾക്കാൻ എന്ന ലക്ഷ്യത്തിന് മാത്രമായി, അല്ലാതെ ആ പള്ളിയോടോ ആ പള്ളിയുടെ ആളുകളോടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തഅസ്സുബ്, ഒരു കക്ഷിത്വം തോന്നുന്ന രൂപത്തിലാണെങ്കിൽ വരാൻ പാടില്ല. ഈ ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അതേമാതിരി ദീന് ഇവിടുന്ന് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഇല്ല മക്കളെ, വളരെ കുറച്ച് മാത്രമല്ല കേരളത്തിലുള്ളൂ. ആ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്ന വേണം. അതിന് ഒരു അഴിവും വിചാരിക്കണ്ട. ഇപ്പൊ യമനിൽ വെക്കുമ്പോ ചില ആൾക്കാർക്കൊക്കെ യമനെ ഒരിപ്പോ യമനിന്റെ ആൾക്കാരാണ് കളെ. എന്താ യമന്റെ പ്രത്യേകത എല്ലാം പറയാം, സത്യം പറയാം. നമ്മളിപ്പോ സൗദിയിൽ ഞാൻ എല്ലാ ആൾക്കാരോടും പറഞ്ഞൊരു കാര്യമാണ്, മദീനത്തൊരാൾ മക്കത്തൊരാൾ പോയി താമസിച്ചാൽ സുഖനൊക്കെ തന്നെ പന്തലുണ്ട്, അവിടെ താമസിക്കുന്നതിനാണ്. പക്ഷെ മദീനത്ത് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി നിൽക്കുന്നതിന് ഒരുപാട് പരിമിതി.
അവിടെ അഡ്മിഷൻ കിട്ടൂല, ജാമിയ ഇസ്ലാമിയിൽ അഡ്മിഷൻ കിട്ടൂല. ജാമിയ ഇസ്ലാമി പറഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ സ്വഭാവം പോലെ അതിന് സാങ്കേതികമായ കുറെ കുരുക്കുണ്ട്. യമനക്ക് നിങ്ങൾ പോകുകയാണെങ്കിൽ പോകാനുള്ള നിങ്ങളെ റെഡിനെസ്, ആ സന്നദ്ധത, ഹിർസ്, എൽമ നേടാനുള്ള ഹിർസ്, കുറഞ്ഞൊരു പൈസ അതുകൊണ്ടാണ് എത്താം. എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണ്ട, അജ്ജ് പഠിക്കണ്ട എന്നുള്ളൊരു പരിപാടി അവിടെ ഉണ്ട്. സെമിനാർക്ക് മുഴുവൻ 6000, 7000-ഓളം ആളുകൾ, 5 മുതൽ 7000, 5000 മുതൽ 7000-ഓളം ആളുകൾ, വിവിധ രാജ്യക്കാര് വളരെ സമാധാനപൂർവ്വം ഇരുന്നിട്ട് രാപ്പകലില്ലാതെ 5 നേര സംസ്കാരത്തിന്റെ ശേഷവും അല്ലാത്ത സമയത്തും വിവിധ ഗ്രന്ഥങ്ങൾ ശരിക്കും മുറാജ ചെയ്ത് പഠിക്കുകയാണ്. ഹിക്മയമാനിയ അൽമിയമായി ഇല്ലേ പറയപ്പെട്ടതല്ലേ? ആ ഹിക്മത്ത് തേടി പോകാനൊരു സൗകര്യന്റെ സാങ്കേതികത്വങ്ങളിടത്താണ് പിന്നെ പ്രയാസമല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളി, അണ്ട് പോകേണ്ടവര്. അല്ല മദീനത്ത് ചാൻസ് കിട്ടുന്നവരെ അവിടെ പോയി പഠിച്ചോളി, മക്കത്ത് ചാൻസ് കിട്ടുന്നവരെ അവിടെ പോയി പഠിച്ചോളി. അവിടെ പോയി പഠിച്ചാൽ എന്താ കിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി കിട്ടൂല കേട്ടോ. അപ്പൊ സംഭവം താൻ ചോദിച്ചാൽ ഈ കാര്യത്തെ എതിർക്കെങ്കിൽ ഉള്ളതിന് എതിർക്കാൻ കഴിയാത്തപ്പോ ഇല്ലാത്തത് ആരോപിച്ചിട്ട് അതിനാണ് മറുപടി പറഞ്ഞ് സായുജ്യം കൊള്ളുന്നത്. ഇല്ലാത്ത കരിമ്പൂച്ചയെ കൂരാകൂരിട്ടത്ത് തപ്പിപ്പിടിക്കാനുള്ള വ്യർത്ഥ വ്യായാമെന്ന് പറയും. അതിൽപ്പെട്ടയാണ് ഇപ്പത്തെ സംഗതി. അതിന്റെ സംഭവമല്ല. നുണ പറയുന്നത് പാടില്ല. അതേ മോശപ്പെട്ട ഒരു സ്വഭാവങ്ങളും പാടില്ല. അത് വ്യക്തിക്കും പാടില്ല, കുടുംബത്തിലും പാടില്ല, സമൂഹത്തിലും പാടില്ല, രാഷ്ട്രത്തിലും പാടില്ല, സംഘടനയിലും പാടില്ല. നുണ പറയുന്നത് പാടില്ല.